ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ 4 വിജയങ്ങളാണ് നമ്മൾ ഫെബിൽ കണ്ടത്. ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വരണം, പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹൈദരാലി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ചെറുപറ വന്നെ. ഹൈദരാലി എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ടീം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. യെസ്, കഴിഞ്ഞ പ്രശ്നം പറയണ്ട, മലയാള സിനിമകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല, മറ്റു അന്യഭാഷ ചിത്രങ്ങൾ മലയാളത്തിൽ കൂടുതൽ കയറുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണോ ഇങ്ങനൊരു സ്റ്റെപ്പ്? അതിന്റെ വ്യത്യാസം നിങ്ങൾ ഫെബ്രുവരി കണ്ടില്ലേ? ഞാൻ ജനുവരിയിൽ ഇറങ്ങി ഡിസംബറിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. അങ്ങനെ വന്നാൽ മലയാള സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബ്രുവരി കണ്ടതാണ്. ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ 4 വിജയങ്ങളാണ് നമ്മൾ ഫെബിൽ കണ്ടത്. ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വരണം, പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മാസമാണ്. പക്ഷേ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ. അപ്പം അതിൽ ഒരു ചുവട് ഞങ്ങളും കൂടെ വെക്കുകയാണ്. നല്ല സിനിമകൾ, നല്ല കണ്ടന്റ് സിനിമകളും വലിയ സിനിമകളൊന്നും ചെറുതൊന്നും ഇല്ലാത്ത നല്ല സിനിമകൾ ഞങ്ങൾ വിത്ത് KRG ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കുകയും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾ മറ്റുള്ള ഭാഷകൾ വരണ്ടെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല. നല്ല സിനിമകൾ വരട്ടെ, നല്ല കണ്ടന്റ് വരട്ടെ, അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും. അത് അന്യഭാഷ മാത്രമല്ല, മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. കഴിഞ്ഞിടെ തന്നെ ഈ തിയേറ്ററുകൾ സമരം ഉണ്ടായ സമയത്ത് തന്നെ കുറെ സിനിമകൾ ബ്ലോക്ക് ആയിപ്പോയി. അതെല്ലാം ഇനി ഒറ്റ റഷിലും മാർച്ചിലൊക്കെ ആയിട്ട് ഒറ്റ റഷിലില്ല. അപ്പം ഇതിലെല്ലാം നല്ല തിയേറ്റർ നിലനിൽക്കണമെന്നില്ല, കുറെയൊക്കെ വാഷ് ഔട്ട് ആയി പോകാൻ ചാൻസ്. ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ OTT കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട്, ഇപ്പം OTTയുടെ ഈ 30 ദിവസം നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പം ഇത് കോഎക്സിസ്റ്റ് ചെയ്യും. അതിപ്പം നമ്മൾ കുറച്ച് പേര് വിചാരിച്ചാൽ മാത്രമൊന്നും നമുക്ക് OTTയുടെ ടേംസിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് പറയാൻ ഞാൻ OTT വർക്ക് ചെയ്യുന്ന ഒരാളല്ല, അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ളൂ. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ തന്നെയാണ് OTTയിൽ ആദ്യത്തെ സിനിമ കൊടുത്തത്. ഞാൻ തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും. അതിനെ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല. അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അല്ല, ഞാനതിന് പല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റാണ്. ഇപ്പം 16 പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ഇപ്പം മനു, വിജയ് സുബ്രഹ്മണ്യം എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ, വിജയ് കുറേ നാളായിട്ട് ഇത് പറയുന്നത്. ഞാൻ അതിൽ ആദ്യം കണ്ടത് കഥയുടെ ഒരു യുണീക്നെസ്സും വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. ഈ 2 പോസിറ്റീവാണ്. വിജയ് ടോൾഡ് അബൌട്ട് ദി സ്ക്രിപ്റ്റ്, ഐ സെഡ് ഐ ആം റെഡി ടു പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഈസിയാണ്. ഫ്രൈഡേയിൽ ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡേയിൽ അതിന് കേൾക്കാനൊരു ടീമുണ്ട്. നമുക്ക് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഫ്രൈഡേയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ എഴുതാം. അത് വായിക്കുന്നുണ്ട് ഡെയിലി. അതിൽ നിന്ന് തന്നെ 3-4 കഥകളുടെ ഫൈനൽ ഡിസ്കഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് അത് ചിലപ്പോൾ വെബ് സീരീസ് ആയിരിക്കാം, ചിലപ്പോൾ സിനിമയാവാം. അതൊരു എന്റർടൈൻമെന്റ് കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അൺടൈമിങ്ങിലാണ് വെച്ചിരുന്നത് എന്നുള്ളതായിരുന്നു. അതായത് വേണ്ട ഒരു സെക്കൻഡ് ഷോ സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമിങ്ങിലാണ് വെച്ചിരുന്നത്. അതാണ് കൃത്യമായിട്ട് തന്നെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിയോ കിട്ടാതിരുന്നത് കൽബിന്റെ കേസിൽ.
അപ്പോൾ അതേപോലെ തന്നെ മിക്ക സിനിമകൾക്കും അങ്ങനെ ഒരു ടൈമിംഗ്. അതാണ് പറഞ്ഞത് ഞാൻ, നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം. നമുക്കും ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഞങ്ങളുടെ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി അങ്ങോട്ട് നമുക്ക് ഒരു സ്ട്രോങ്ങർ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ വി നീഡ് ടു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കേരളത്തിലായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ടാണ്. എല്ലാ ഏരിയാസ് ഓഫ് സിനിമ, അത് എനിക്ക് കുറവുണ്ട് എന്ന് തോന്നിയത് KRG ബാലൻസ് ചെയ്യും, അവർക്ക് കുറവുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കൊളാബറേഷനാണ് KRG സ്റ്റുഡിയോസുമായി ടൈപ്പ് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൊളാബറേഷനിലേക്ക് പോകുന്നത്. തിയേറ്റർ ഓണേഴ്സ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെച്ചാൽ അവരുടെ, അതായത് പ്രൊഡ്യൂസേഴ്സ് നൽകുന്ന സിനിമകൾ അവർ പറയുന്ന പ്രൊജക്ടറിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള ഡിമാൻഡാണ് പറയുന്നത്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിപ്പോഴും തീർന്നിട്ടില്ല. അല്ല, അത് അങ്ങനെയെങ്കിലും തീരാനും പോകുന്നില്ല. ഒരു പ്രൊഡ്യൂസർ ചെറിയ സിനിമ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു ചെറിയ സിനിമ നമുക്ക് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ട ചാർജസ്, ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലേ. അതിനൊരു മാറ്റം വരുത്തണം. ഇതൊക്കെ ഒരു വേറൊരു ഡിസ്കഷനിലിരുന്ന് പറയാനുള്ളത്, ഒരു ഡിബേറ്റ് ആയിട്ട് തന്നെ പോകേണ്ട കാര്യമാണ്. അത് പ്രൊഡ്യൂസേഴ്സ് ഹൗസിന്റെ ഭാരവാഹികൾ സംസാരിക്കും, ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവർ സംസാരിക്കട്ടെ, അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. തിയേറ്ററുകളിൽ തന്നെ സിനിമ ഓടണമെന്നാണ്, OTT പ്ലാറ്റ്ഫോംസിന് എണ്ണം കുറയ്ക്കണം എന്നാണോ? എണ്ണം കുറയ്ക്കണമെന്നൊന്നും പറയില്ല, അത് കോഎക്സിസ്റ്റ് ചെയ്യണം. അത് കോഎക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് അപ്പം എണ്ണം കുറയ്ക്കണമെന്നും പറയില്ല. പറഞ്ഞേ അതിനെ നല്ല സിനിമകൾ തിയേറ്ററിൽ റൺ കഴിഞ്ഞതിന് ശേഷം OTT വരും, അത് കഴിഞ്ഞ് സാറ്റലൈറ്റിൽ വരും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അല്ലാതെ അതിനെ മാറ്റി നിർത്തി ഇനി ബോക്സ് ഓഫീസ് മാത്രമെന്നല്ല പറഞ്ഞത്. ബോക്സ് ഓഫീസിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുക, അത് വിജയിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അതായത് ഈ ബിസിനസ്സുകളെ വിചാരിച്ചുകൊണ്ട് ഇനി സിനിമ എടുത്താൽ പഴയ പോലെ ഒന്നും വർക്കാവില്ല. ആളുകൾ ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമകൾ സാർ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരിയിൽ കണ്ടാണ് 4 സിനിമകൾ 4 ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലും പിന്നെയും ശങ്കരൻ പിന്നെയും തെങ്ങേന്ന് പറയുന്ന പോലെ പിന്നെയും പഴയ പോലെ റിവ്യൂസിന് നേരെയാണ് വരുന്നത്. പക്ഷെ അതിലൊക്കെ എത്ര പേര് കോപ്പറേറ്റ് ചെയ്യുന്നുള്ളത് കണ്ടറിയാൻ പോകുന്ന കാര്യം തന്നെ. കാരണം ഫെബ്രുവരി എല്ലാവരും റിവ്യൂസ് നോക്കി തന്നെ എല്ലാവരും ഇനിയും അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് കണ്ടോളൂ. അടുത്ത ആഴ്ച അതൊക്കെ ഒരു പ്രശ്നം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. അതായത് തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് മലയാള സിനിമയുടെ കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രത്തില് ഏറ്റവും വലിയ മാസമായിട്ട് എല്ലാവരും കരുതുന്ന ഒരു മാസം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. നോർമലി ഈ സിനിമകൾക്ക് ഇപ്പോൾ ഓടുന്ന സിനിമകൾക്ക് അതൊരു ഗുണം ചെയ്തില്ലേ? കാരണം ഈ ഒരു 2 ആഴ്ച ഗ്യാപ്പ് ആ ഒരു സിനിമയ്ക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ, മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് തിയേറ്ററുകളൊക്കെ എങ്കിലും റിലീസിംഗ് തിയേറ്ററായിട്ട് മാറുകയും അപ്പൊ അവരിൽ ആ ഷോ നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്യും. നിലവിലുള്ള കളക്ഷൻ അല്ല, ഞാൻ പറഞ്ഞില്ലേ അതിൽ എത്ര പേര് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ. അങ്ങനൊന്നുമില്ല, അതൊരു സെക്ഷൻ, ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ഇതിനെ. അല്ലേ ശിവു, കറക്റ്റ് അല്ലേ പറയുന്നത്? വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിനകത്തൊന്നും ഒരു 80-90% ആയിട്ടുള്ള തിയേറ്ററൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് വ്യക്തം. അതുകൊണ്ടാണല്ലോ തിയേറ്റർ സിനിമ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സെക്കൻഡ് വീക്കിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു നമുക്ക് സംശയമുണ്ട്. ഈ ഒരു സംരംഭം ഇവിടുന്ന് അങ്ങോട്ട് പ്രപ്പോസൽ പോയതാണോ? നോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ടൈപ്പ് വേണം. എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇനി അങ്ങോട്ട് കൊളാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ. നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ ഈ 4 പടങ്ങൾ നിങ്ങൾ നോക്കൂ, എല്ലാം ആരും ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഇപ്പം അന്വേഷണ കണ്ടെത്തിനാണെങ്കിലും അവിടെ നിന്നൊരു സ്റ്റുഡിയോ ബാക്കിംഗ് ഉണ്ട്. പ്രേമലു ആണെങ്കിലും ഒരു ജോയിന്റ് എഫേർട്ടാണ്. ബ്രഹ്മയുഗം സ്റ്റുഡിയോ പാർട്ട്ണർഷിപ്പിലാണ്. മഞ്ഞുമല്ലും കൊളാബറേഷൻ ഉണ്ട്, പല രീതിയിലുള്ള കൊളാബറേഷൻ. അപ്പം ഇനി അങ്ങോട്ട് കൊളാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ. കൂടുതൽ നമ്മൾ സ്ട്രെങ്സ് യുണൈറ്റ് ചെയ്യുക, എന്നിട്ട് നല്ല സിനിമകൾ കൊണ്ടുവരിക. അത് ക്രിയേറ്റീവ്ലി ആണെങ്കിലും കമേഴ്ഷ്യലി ആണെങ്കിലും ഓൾ ഏരിയാസ് ഓഫ് സിനിമ, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും നമ്മുടെ കുറച്ച് നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂണിറ്റി
will enable that good cinemas are made and it is distributed well, it is marketed well, it is reached to the audience well. ഈ മാർക്കറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് കൊടുത്തു എന്ന് പറയുകയും അതേസമയം മാർക്കറ്റിംഗ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്ത് താങ്കൾക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താണ്? അല്ല, ഞാൻ എൻ്റെ സിനിമയ്ക്ക് ആവശ്യമായ മാർക്കറ്റിംഗ് മാത്രമേ, ഓരോ സിനിമയ്ക്കും അതിനാവശ്യമായ ആ സിനിമ കണ്ടിട്ടുള്ളത്, റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതിൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ഇമ്മീഡിയറ്റ് ടീമും മാത്രമാണ്, അല്ലെങ്കിൽ ഡയറക്ടറും എൻ്റെ ഇമ്മീഡിയറ്റ് ടീമാണ്. അപ്പം നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഏത് ലെവലിലാണ്, അല്ലെങ്കിൽ എന്താണ് ആ സിനിമ, ദ ട്രെയിലർ ഷിപ്പ് ദ മിനിയേച്ചർ ഓഫ് ദ ഫിലിം, അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് ലെവലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഓവർ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ഓടും, പക്ഷേ ഈ സിനിമ വരുന്നുണ്ട് എന്ന്, എന്തിനാണ് മാർക്കറ്റിംഗ്, ഈ സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളിലേക്ക്, ഇതാണ് അതിൻ്റെ ജോണർ, ഇതാണ് അതിൻ്റെ ഒരു മൂഡ്, ഇതാണ് അതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും, ചിലപ്പോൾ റോങ് ആയിട്ട് ചെയ്യും, റോങ് ജോണറിനെ റോങ് രീതിയിൽ മാർക്കറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബട്ട് വാട്ട് വി ബിലീവ് ഇസ് ദ റൈറ്റ് കണ്ടന്റ് with the right amount of marketing, released at the right time, distributed well, will always be a success. അപ്പോൾ മലയാള സിനിമയിൽ തന്നെ മറ്റ് അന്യഭാഷയിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് ഒരുപാട്. അടുത്തത് അതെ, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഉള്ള മലയാളത്തിലുള്ള പ്രൊഡക്ഷൻ ഹൗസിൽ അത് എത്രത്തോളം ബാധിക്കുന്നു? നല്ലല്ല, അതെ, ഇവരൊക്കെ കൊളാബറേറ്റ് ചെയ്യല്ലേ. ഇപ്പൊ ഒറ്റയ്ക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ സ്റ്റുഡിയോസ് ഇല്ല. ഇവിടെ വന്ന് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാബറേറ്റ് ചെയ്യണം. ഓരോ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല സിനിമ. അപ്പൊ അതാ പറഞ്ഞത്, അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ്. ഇപ്പൊ KRG സ്റ്റുഡിയോസും കൂടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ട്സ്, അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത്, ഇതെല്ലാം നമുക്ക് മലയാള ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ മലയാളം സിനിമ. അത് നമുക്ക് ഭയങ്കരമായ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. നമ്മൾ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന സിനിമകൾക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ക്വാളിറ്റിയും മലയാള സിനിമയോട് മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് അത് കാണിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ സിനിമയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അതേപോലെ ഇനിയും ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കാരണം അന്ന് പറഞ്ഞായിരുന്നു അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പം തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. പണി നിർത്തുന്നു. ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് മുമ്പ് വീണ്ടും ട്രൈ ചെയ്യും. പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം. പക്ഷേ അതിനു വേണ്ടിയുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടെന്ന് തോന്നി, ഓക്കെ, അപ്പോൾ അത് ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്തിലേക്ക് വരണം. നമുക്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമ്മളെ സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കുക. ഇനി ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ, പരാജയപ്പെടാം. എന്റെ പണി നിർത്തിച്ച് അടങ്ങുമല്ലേ. നമ്മൾ അതും കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അത് ഒരു വർഷത്തെ പ്രോസസ്സാണ്. ഇനി വരുന്ന സിനിമ ഞങ്ങൾ അതിന്റെ കാസ്റ്റിംഗിലേക്ക് പോകണം, നിർമ്മിക്കണം, അത് മാർക്കറ്റിംഗ് ഒരു സ്റ്റെപ്പാണ് അല്ലേ 3 സിനിമ എന്ന് പറയുന്നത്. ഞങ്ങളത് 3 സിനിമയും ചെയ്യും. 3 സിനിമ ചെയ്ത് നോക്കും. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. പ്രൊഡ്യൂസർ ചോദ്യം ചോദിക്കുകയാണ്. ഇത്ര നേരം എന്താ ചോദിച്ചാൽ പ്രൊഡ്യൂസറിന്റെ നിലയിൽ പറയാം. കാരണം വെച്ചാൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ തിയേറ്ററിൽ ഒരു സിനിമ ഓടിയാൽ നമ്മൾ കാണുന്നതാണ് ഒരു പ്രിന്റ്, ഒരാഴ്ചയിൽ 2 ആഴ്ചയിൽ പ്രിന്റ് ഇറങ്ങുന്ന സിസ്റ്റം കാണുന്നതാണ്, പൈറസി കാണുന്നതാണ്. അപ്പൊ നോർമലി പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾ OTTക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മുടക്കുന്ന മുതല് അവിടുന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടുന്ന് അവർക്ക് അത്രയും വാല്യുബിൾ ആവുന്ന പണ്ടത്തെ കാര്യമാണ് കേട്ടോ. ഇപ്പൊ ആർക്കാ കിട്ടിയത്? ഇപ്പോഴും വളരെ കുറവാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി എത്ര പടങ്ങള് കഴിഞ്ഞ 6 മാസത്തിൽ ഇറങ്ങിയ എത്ര പടങ്ങൾ OTTയിൽ വന്നു? എത്ര പടങ്ങളുണ്ട്? അതെ, ഒരു ലെസ് ദാൻ ഒരു 60% സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല. ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ചിന്തിക്കുക. പൈറസി എന്ന് പറയുന്നത് എത്രമാത്രം കുറഞ്ഞു ഒരു 3 വർഷം. ബിക്കോസ്
ആളുകൾക്ക് അറിയാം ഇത് തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചും കൂടെ. ഇതൊന്നും പൈറേറ്റഡ് ആയിട്ട് കാണേണ്ട സാധനങ്ങളല്ല. ഇത് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാം. ഇതൊന്നും പൈറേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതാണ്. ഇപ്പൊ പൈറസിയെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. ഇത് മാറിയതല്ല അറിയാം, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു റോളുണ്ട്. എന്റെ ചോദ്യം അതല്ല, അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇപ്പൊ ഈ ബോക്സ് ഓഫീസ് ചിത്രങ്ങൾക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി ഇറങ്ങുന്ന ചിത്രങ്ങളായാലും ശരി, ഈ പറഞ്ഞ അത്രയും ലാഭം തിരിച്ചു അല്ല. ഇപ്പൊ അതിനൊക്കെ നമുക്ക് ഈ പൈറസി ഒക്കെ ഇത് ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് വാട്ടർമാർക്ക് ഉണ്ട്, ഇത് എവിടെ നിന്ന് പോകുമെന്ന് അറിയാൻ പറ്റും. ഇതെല്ലാം പൈറേറ്റിലൊന്നും ഇപ്പൊ തന്നെ ഞാൻ ആടിന്റെ കേസിന് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അയാൾ നിന്ന് കരയായിരുന്നു ഒരു DVD അടിച്ചതിന്റെ കേസിൽ. അപ്പൊ നമ്മുടെ അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്, ലോ ഉണ്ട്. അങ്ങനെയൊന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ള ടെക്നോളജി കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ടീമിനും ഉണ്ട്, സൈബർ പോലീസിനും ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വർക്കിംഗ് റിയലി വെൽ. ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു. മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ മലയാളത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാർത്തികിനോടും കൂടെ എന്തെങ്കിലും നമ്മൾ തമ്മിലുള്ള ഒരു സംസാരമായിട്ട് പോരുത്. പുതിയ നമുക്കൊരു അതിഥിയാണ് ഇവിടെ ഉള്ളത്. You are the executive producer for Home Ballet Films and you were here for Kandara success, and you know the correct pulse of Malayalam audience and the potential of box office here. Is that the single point you have agreed for this association? No, there's no single point. I would like to correct. I don't know the exact pulse of Malayalam audience, but here content is more embraced. Content is more, whatever new content or new attempts are being made compared to other industries in Malayalam, they are received well. The audience have matured well. They take some. His question was, what is that one point you decided that you will collaborate with the Friday Film House? His filmography, his choice of scripts, it has been good. So when two creative production houses join together. He has been a fan from Angamali Diaries onwards. He's been following Friday Film House. Angamali Diaries, Adu, Home, Sufyum, Sujata, and all. We did Valati also. When he told me the idea of Valati, I think how they made all the dogs, they reared the dogs for 6-7 years and made them to act. We thought we had to reach it to more audience, and we got it dubbed in all other languages too. So that idea and what he wants to get the new content and what all he's trying to get it here, that we just thought if two teams join together, we can give better or content for the people. ഈ ഒരു കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു ഓപ്പണിംഗ്, ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഓപ്പണിംഗ് ആണോ? അതെ, നമ്മൾ മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ, വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജിയനുകളിലൊക്കെ എത്തിക്കാൻ പറ്റുക. അതൊന്ന് നമ്പർ 1. നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത്. 2, നല്ല കണ്ടന്റ് സിനിമകൾ. ഇപ്പൊ 12th ഫെയിൽ പോലൊരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് KRG ഫിലിംസ് ആണ്. അപ്പൊ അത് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ, ഇപ്പൊ അത് ഒരെണ്ണം വന്നു, അങ്ങനെ പല സിനിമകളുണ്ട്. അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ, അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ്. ഇപ്പൊ KRG സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാലാട്ടി പോലൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റീച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇപ്പൊ കേരളത്തിൽ അന്ന് ഓപ്പൺഹൈമറും ബാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വാലാട്ടി ഇറങ്ങിയ മഴയത്തത് വിട്ടുപോയി. പക്ഷെ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീട് അത് OTT-ലേക്ക് പോകാനും ഇതെല്ലാം സാധിച്ചു. അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സിനിമകൾ മറ്റുള്ള റീജിയനിലും പോകട്ടെ, ഞങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ല സിനിമകൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. നല്ല സിനിമകൾ, മലയാള സിനിമകൾ മറ്റുള്ള ന്യൂ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നല്ല കണ്ടന്റുകൾ മലയാള ഓഡിയൻസിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാം. അതാണ് ഈ ടൈ അപ്പിൻ്റെ ഉദ്ദേശം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്.